ഞങ്ങൾ അട്ടപ്പാടി പോവാം. ഇവൻ ഗൾഫിൽ പോണോണ്ട് പെട്ടെന്നുണ്ടായ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് ആരെയും വിളിച്ചാനൊന്നും പറ്റിയില്ല. നമ്മൾ കിട്ടിയ തുണിക്കുപ്പായ എടുത്ത് നമ്മൾ വണ്ടി എടുത്ത് പോയി. മുങ്ങി പോണ മോയന്ത് 2 ദിവസത്തിനുള്ള തുണിക്കുപ്പായൊക്കെ എടുത്തിട്ടാ പോകണം. പോക്കണ്ടാക്കിയിരുന്നു പല പന്തളി കോച്ചിങ്ങിനും പോവാണ്. ഓനെ പച്ചരിച്ച് നിന്നും കൊണ്ട് ഈ വണ്ടിമ കാറ്റും കൊണ്ട് പോകാൻ നല്ല രസം. എന്തായാലും പമ്പ് കണ്ടേക്ക് വണ്ടിക്ക് ഒരു ചാഞ്ചാട്ടം. അങ്ങനെ എണ്ണടിച്ചാൽ കഴിഞ്ഞ് കൂട്ടത്തിൽ എല്ലാവരും എണ്ണ നോക്കിയിട്ട് എല്ലാവരും ഇല്ല നോക്കി നമ്മൾ വണ്ടി എടുത്ത് ചുരം കയറാൻ തുടങ്ങി. ചുരം കയറിൽ പകുതിയായപ്പോൾ ഒരുത്തനെ കാണാലോ എന്ന് പറഞ്ഞിട്ട് ഓനെ തെരഞ്ഞു വന്നതാ. നോക്കുമ്പോൾ എന്തൊരു ബോർഡിന്റെ ബാക്കിലോ നിൽക്കുന്നുണ്ട്. ഓനെ കുട്ടിനോട് പറയാതെ പോന്നിട്ട് ഓള് തെറ്റിക്കാണ്. ഓനെ കരച്ചിലും മിരിച്ചിലും കണ്ടപ്പോഴാണ് നമുക്കൊരു സമാധാനമായി. പെണ്ണില്ലാത്തോണ്ട് ആരെയും ബോധിപ്പിച്ചല്ലോ. അങ്ങനെ അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. കുറച്ച് ഓഫ് റോഡ് ആയതുകൊണ്ട് ഓല് നമ്മൾ ഇറക്കി വിട്ട് ഓല് വണ്ടി എടുത്ത് പോയി. ഈ കയറി പോണ മലന്റെ നെറുവിലാണ് നമ്മൾ സ്റ്റേ അടിക്കാൻ പോണേ. കഴിഞ്ഞ വരവിൽ ഒരു ഫോറസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടതാ. ആളുമായാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ പോകേണ്ടത് ഒരു പെർമനന്റ് ഹോം സ്റ്റേ ആണെന്ന് ആരും തെറ്റിദ്ധരിച്ചു. നമ്മൾ നല്ല കാര്യമാണ് നമ്മൾ വിളിച്ചേക്കാൻ നമ്മളോട് പോകുന്നതെന്നും പറഞ്ഞു. പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. നമ്മൾ ട്രൗസറും കുപ്പായ എടുത്ത് നമ്മൾ പോകുന്നു. ഈ നിൽക്കുന്നതാണ് നമ്മൾ പറഞ്ഞ മുതല്. ആളെ സമ്മതിച്ചണം. ഇജാതി കാടിന്റെ ഉള്ളിൽ ഒറ്റക്ക് നിൽക്കണം. കണ്ണിയിലാണ് നമ്മൾ ബാപ്പ് ഇറങ്ങാൻ പോണത്. ഇതിന്റെ ഒറിജിനൽ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നേരം വിളിക്കടഞ്ഞി തൊള്ളിയും പറഞ്ഞുകൊണ്ട് ഇതിനെ വായു മുണങ്ങേണ്ടി വരും. പള്ളിയിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ തിന്നാലും ഉണ്ടാക്കണം. അതിന്റെ പുറപ്പാടിലാണ് അനസുണ്ടിയും. അവസാനം അടുപ്പ് സെറ്റായി കോയിന മസാലയിൽ മുക്കി ഗ്രില്ലുമ കയറ്റാൻ തുടങ്ങി. കാത്തിരുന്ന് പള്ളിന്ന് ഒച്ചപ്പാടൊക്കെ കേൾക്കാൻ തുടങ്ങി. അതാണ് ഈ ആവണില്ല. ഈ മീൻ നോക്കണോടത്ത് പൂച്ചൊക്കെ ചിരിച്ചിരിക്കണമാരി ഇങ്ങനെ ഇരിക്കുക. ഇരുന്നിരുന്ന് ലാസ്റ്റ് നമ്മളെ സാധനം കിട്ടി. ഇത് കിട്ടിയപ്പോൾ നമ്മളെ വലിയൊരുന്നാൾ വന്ന പൊലിവായിരുന്നു. ഇവരെ മോദയൊക്കെ കണ്ടാൽ തന്നെ അറിയാം. മൂക്കറ്റ തീറ്റ കഴിഞ്ഞപ്പോൾ ക്യാൻ ഫയറിന്റെ സാധനം സെറ്റ് ചെയ്യാൻ വേറെ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആരെയും പിടിച്ചാൽ കിട്ടാതെ അജാതി വൈബ്. അത് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നിട്ട് എല്ലാവരും വള്ളത്തിലൂടെ കൊയ്യാളന്മാരായി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ പോയി കിടന്നു തുടങ്ങി. പിറ്റേന്ന് രാവിലെ അവല് സുബൈക്കാണ് നമ്മൾ നീച്ചോന്നല്ലേ, തണുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ കാണുന്ന മുതലാണ് നമ്മൾ ഇന്നലെ കടന്നുറങ്ങിയത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ പെരുക്കി ആൾക്ക് നമ്മളൊരു കയ്യും കൊടുത്ത് നമ്മൾ വരികയും പോകും. ബാക്കി നാളെ.